പത്തനംതിട്ട ദുരന്തത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. റോഡുകളിലെ അപാകതകൾ പരിശോധിക്കാൻ ചൊവ്വാഴ്ച യോഗം ചേരുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്വിഫ്റ്റ് ബസ്സുകൾ കൂടുതലായി അപകടമുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. വളവുകളിൽ വാഹനങ്ങൾ റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല. KSRTC വാഹനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുന്നുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തൽ. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. പിന്നെ റോഡുകൾ നന്നാകുന്നു എന്ന് നമുക്ക് കുറ്റം പറയാം. റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്.